ഹലോ ഗൈസ്, അങ്ങനെ കാത്തിരുന്ന് ബസൂക്ക റിലീസായി. ബസൂക്ക കണ്ടു. എൻ്റെ അഭിപ്രായമാണ് ഞാനീ പറയുന്നത്. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളാം, കുഴപ്പമില്ല. ഒരു ആവറേജ് പടം. അതിന് ആവറേജ് എന്താണെന്ന് പറയാൻ കാരണം അതിന് ചെറിയ പോരായ്മകളുണ്ട് സിനിമയ്ക്ക്, അതാണ് ഈ പറയുന്നത്. അപ്പം പോസിറ്റീവിനെ കുറിച്ച് പറയാം. പോസിറ്റീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ പോസിറ്റീവ് മമ്മൂട്ടി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റൈല്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ലുക്ക്, അദ്ദേഹത്തിൻ്റെ അഭിനയം, അദ്ദേഹത്തിൻ്റെ ആക്ഷൻ സീക്വൻസ് ഒരു രക്ഷയില്ല. ഈ 73 വയസ്സുള്ള മനുഷ്യൻ, 73 74 എത്രയാണേലും അത്രയും പ്രായമുള്ളൊരു മനുഷ്യൻ ഈ പ്രായത്തിൽ എന്താ ലുക്ക്, എന്താ അഭിനയം, ഒരു രക്ഷയില്ല. ആ ആക്ഷൻ ഒക്കെ ചെയ്തേക്കുന്ന വേറെ ലെവലും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗൂസ് ബംപ്സ് ഉണ്ടാക്കുന്ന ഒരുപാട് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും കുറച്ച് പോരായ്മകളും ഉണ്ട് പറയാം. അതുപോലെ തന്നെ അടുത്ത പോസിറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ BGM കൈകാര്യം ചെയ്തേക്കുന്നത്. മ്യൂസിക് ഡയറക്ടർ അതാരാണ് എന്താണെന്ന് നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം പോകും. അദ്ദേഹം കൊടുത്തേക്കുന്ന ഓരോ മ്യൂസിക്കും ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ BGM ആണ് കൊടുത്തേക്കുന്നത്. ഒരു രക്ഷയില്ല, അടിപൊളി പടം. സിനിമയായിട്ട് അങ്ങോട്ട് സിങ്ക് ആകുന്നില്ല എങ്കിൽ പോലും ആ പടത്തിന് ഒരു പവർ കൊടുക്കാനായിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് സാധിച്ചിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ സിനിമാട്ടോഗ്രാഫിയൊക്കെ അടിപൊളി, റിച്ച് ഫ്രെയിംസാണ്. ഇവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് സ്ക്രീനിൽ കാണാനുണ്ട്. അതുപോലെ തന്നെ അഭിനയിച്ചിരിക്കുന്ന കുറേ ക്യാരക്ടേഴ്സൊക്കെ കൊള്ളാം, നന്നായിട്ടുണ്ട്. ചിലരൊക്കെ വെറുതെ വന്നു പോകുന്നവരാണ്. അതുപോലെ തന്നെ പിന്നെ പോസിറ്റീവ് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഡിറക്ഷൻ കൊള്ളാം. ഒരു പുതുമുഖ സംവിധായകനാണെന്നുള്ളത് നമുക്ക് തോന്നത്തേയില്ല എവിടെയും. അതുപോലെയാണ് ഇതിൻ്റെ ഡയറക്ഷൻ കൈകാര്യം ചെയ്തേക്കുന്നത്. പോരായ്മ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ലാഗാണ്. നല്ല ലാഗെന്ന് പറഞ്ഞാൽ ചില്ലറ ലാഗല്ല, നല്ല ലാഗാണ്. നമുക്ക് തോന്നും ഇതെന്താ ഇങ്ങനെ ചിന്തിച്ചു പോകും. പക്ഷേ പുതിയൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. നമ്മൾ അത്രയും പരിചയമില്ലാത്തൊരു രീതിയിലാണ് കഥയെ കൈകാര്യം ചെയ്യുന്നത്. എന്താ പറയുക, നമ്മളെ ഒരു ടോം ആൻഡ് ജെറി, അതുപോലെ തന്നെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയുന്ന പോലൊരു സംഭവമാണ് കൈകാര്യം ചെയ്തേക്കുന്നത്. മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നില്ല. അങ്ങനത്തെ ഒരു സ്റ്റോറി അല്ല, അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ് കൈകാര്യം ചെയ്തേക്കുന്നത്. എങ്കിൽ പോലും ഫസ്റ്റ് ഹാഫ് ലാഗാണെങ്കിൽ ഇപ്പോൾ അതിൽ നമുക്ക് ലാഗ് ഇല്ലാതെ തോന്നുന്ന കുറേ സീനുകളും കാര്യങ്ങളും ഉണ്ട്. മമ്മൂട്ടിയുടെ ഇൻട്രോ, അതൊരു ഒന്നൊന്നര ഇൻട്രോ ആയിരുന്നു. ഒരിക്കലും നമ്മൾ എന്താ പറയുക, ഒരു അടിപൊളി ഇൻട്രോ. അങ്ങനെ കാണിക്കുന്ന എല്ലാ അടിപൊളി സീനുകളാണ്. അതുപോലെ തന്നെ ഇൻ്റർവെൽ പഞ്ച്, അതും എനിക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തന്നൊരു സീനുകളാണ്, കാര്യങ്ങളുമാണ്. അതുപോലെ തന്നെ പിന്നെ അങ്ങോട്ട് പടം ഇൻ്റർവെൽ കഴിഞ്ഞ് തുടങ്ങുമ്പോൾ പിന്നെ ലാഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. പക്ഷേ അവസാനത്തെ ഒരു 20 മിനിറ്റ് എൻ്റെ പൊന്നു മച്ചാന്മാരെ അടിപൊളി. ഗൂസ് ബംപ്സ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഗൂസ് ബംപ്സ്. അത് കാണാൻ വേണ്ടി മാത്രം ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാമെന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളി, ഒരു രക്ഷയില്ല. നല്ല ഒരു ക്ലൈമാക്സ്, പ്രതീക്ഷിക്കാത്തൊരു സാധനം. ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. അപ്പം എന്ത് തന്നെയാണേലും നമുക്ക് ഫാൻസുകാർക്ക് ആഘോഷിക്കാനുള്ളതെല്ലാം ഉണ്ട് ഇതിനകത്ത്. അത് മാത്രമല്ല മറ്റുള്ളവർ നമ്മൾ ഫാൻസ് അല്ലാത്തവർക്കും ആഘോഷിക്കാനുള്ളതുണ്ട്. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാൻ പോയി കാണുക. അടുത്ത ഗുഡ് ബാഡ് അഗ്ലി സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴ ജിൻകാന, അതിൻ്റെ റിവ്യൂ ഉണ്ട്. അതുപോലെ തന്നെ മരണമാസ്, അതിൻ്റെ റിവ്യൂയും വരുന്നതാണ്. അപ്പം എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.